നമസ്കാരം, ഞാൻ ശാലുവിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്റ്റഫ്ഡ് ക്യാപ്സിക്കമാണ്. നമ്മൾ നോർമലി ഒരു ക്യാപ്സിക്കം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ ഒരു മസാല ചെയ്യും, അതല്ലെങ്കിൽ ഒരു കറി ചെയ്യും. അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് വഴറ്റിയെടുത്ത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കും അല്ലേ. ഇന്ന് നമ്മൾ പക്ഷേ ഈ ക്യാപ്സിക്കം കൊണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു മസാല റെഡിയാക്കിയിട്ട് അത് ഈ ക്യാപ്സിക്കത്തിനുള്ളിൽ സ്റ്റഫ് ചെയ്ത് ഇത് നമ്മളൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പൊരിച്ചെടുക്കാമെന്ന് പറയുമ്പം ഒരുപാട് എണ്ണയൊന്നും വേണ്ടി വരുന്നില്ല, ശരിക്കും വഴറ്റിയെടുക്കാൻ തന്നെ പറയാം. നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഞാനിവിടെ ഒരു 3 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു ഇടത്തരം സവാള ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഞാനിത് വേവിച്ചിട്ട് ഇതിൻ്റെ തൊലി എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 6-7 പീസ് മഷ്റൂം, നമ്മളുടെ കൂണ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ഇടത്തരം തക്കാളി അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, എരിവിന് ആവശ്യത്തിന് പച്ചമുളകും, ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലകൾ: 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചാട്ട് മസാല, മൊസറല്ല ചീസ്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ക്യാപ്സിക്കം സ്റ്റഫ് ചെയ്യാനായിട്ട് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം ഇതിൻ്റെ മേൾ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ നടുവിലെ ഈ ഭാഗം ഒന്ന് എടുത്ത് കളയണം. അതിനു വേണ്ടിയിട്ട് ശ്രദ്ധിച്ച്, കൈ മുറിയാതെ നോക്കണേ, ശ്രദ്ധിച്ച് നമുക്ക് ഇതിൻ്റെ അരികിലെ എല്ലാ വശങ്ങളും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ നടുവിലെ ഭാഗം നമുക്ക് വേഗം എടുക്കാൻ പറ്റും. ഇനി ഇതിനുള്ളിൽ ബാക്കിയുള്ള ഇതിൻ്റെ സീഡ്സും ബാക്കിയുള്ള ഭാഗങ്ങളും ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കാം. ഉള്ളിലെ ഭാഗം നല്ലതുപോലെ ക്ലീൻ ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ക്ലീൻ ആവുന്നത് വരെ അതിനുള്ളിലുള്ള ബാക്കി എല്ലാ സീഡ്സും ബാക്കി പാർട്സും എല്ലാം ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പം ഈ 3 ക്യാപ്സിക്കം ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് ഇതിനുള്ള എല്ലാ സാധനങ്ങളും കളഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു വെളുത്തുള്ളി ഇടുന്നുണ്ട്. വെളുത്തുള്ളി ഇടണം നിർബന്ധമില്ല, പക്ഷേ ഞാനൊരു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ഒരു നല്ല ഫ്ലേവർ ഇതിന് കൊടുക്കും. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയിൽ നമുക്ക് ഈ ഓണിയനൊന്നും ഒരുപാടങ്ങ് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, നമുക്കത് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊന്ന് പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വേഗം ഒന്ന് വഴന്ന് വരാൻ നിങ്ങൾക്ക് വേണേൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് വഴറ്റിയെടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്താൽ നമ്മുടെ സവാള വേഗം ഒന്ന് വഴന്ന് കിട്ടും. ഇതിപ്പോൾ ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഈ തക്കാളിയോടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടൊന്ന് മിക്സ് ആവാനായിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ അവൈലബിൾ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് തക്കാളിയും ഉള്ളിയും പൊട്ടറ്റോയും വെച്ച് മാത്രം നമുക്കിത് ചെയ്തെടുക്കാം. ഈ സ്റ്റഫിങ്ങിൽ പൊട്ടറ്റോ ആണ് ഒരു മെയിൻ കാര്യം. പൊട്ടറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ പൊട്ടറ്റോ ഇല്ലെന്ന് വെച്ചോ, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ഒരുപാട് തീ കൂടി പോകാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ മസാല ഫുള്ള് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചാട്ട് മസാലയുടെ ടേസ്റ്റ് കുറച്ചുകൂടി ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. 1 ടീസ്പൂണൊക്കെ ചേർക്കാം. ചാട്ട് മസാല വലിയ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല എല്ലാം നമ്മളുടെ ഈ വെജിറ്റബിൾസിൽ ഒന്ന് പെരണ്ട് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമ്മളുടെ ഈ വേവിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കാം. ഇത് ഫുള്ളായിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് ഈ ഉരുളക്കിഴങ്ങ് സ്റ്റഫിങ്ങിൽ കടിക്കാൻ കിട്ടണം. അപ്പം നമുക്കൊന്ന് പകുതി ഉടച്ചിട്ട് ബാക്കി പകുതി കുറച്ച് കഷ്ണങ്ങളാക്കി തന്നെ ഇട്ടേക്കാം. ഇപ്പം നമ്മുടെ സ്റ്റഫിങ്ങിൻ്റെ മസാല ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഈ സ്റ്റഫിങ്ങിൻ്റെ നല്ലൊരു മണമാണ് ഈ മസാലയ്ക്ക് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് പൊടിച്ച് അങ്ങനെ ചേർക്കാം. ഇത് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് കഷ്ണങ്ങളായിട്ട് നമുക്കിതിൽ കടിക്കാൻ കിട്ടുന്നത് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റഫിങ്ങിനുള്ള മസാല തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മസാല ഓരോരോ ക്യാപ്സിക്കത്തിലും ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഒരു ക്യാപ്സിക്കം എടുത്ത് അതിലേക്ക് ഈ മസാല ഫില്ല് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പകുതി മസാല ഫില്ല് ചെയ്താൽ മതിയാവും. ബാക്കി പകുതി ചീസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 90% ഭാഗം മസാല ഫില്ല് ചെയ്യുന്നുണ്ട്. ബാക്കിയാണ് ചീസ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ 3 ക്യാപ്സിക്കത്തിലും മസാല സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിത് കറക്റ്റായിരുന്നു കേട്ടോ ഈ അളവിന്. ഈ 3 ക്യാപ്സിക്കത്തിന് ഈ മസാല സ്റ്റഫ് ചെയ്ത മസാല കറക്റ്റായിരുന്നു. ഇനി നമ്മൾ മസാല റെഡിയാക്കിയെടുത്ത അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ ക്യാപ്സിക്കം ഓരോന്നായിട്ട് ശ്രദ്ധയോടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്യാപ്സിക്കം ഓരോന്നും ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ ഒന്ന് തിരിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഈ ക്യാപ്സിക്കത്തിൻ്റെ ഓരോ ഭാഗവും റെഡി ആയിട്ട് വരുന്നത് വരെ നമുക്കിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇത് ഒരു ഭാഗം ഞാനിപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അങ്ങനെ എല്ലാ ഭാഗവും ഫ്രൈ ആവുന്നത് വരെ നമ്മളിത് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. ഇത് മൂടി വെച്ച് വേണം വേവിക്കാൻ. ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും ഇതേപോലെ നമ്മളൊന്ന് തുറന്നിട്ട് ഓരോ ഭാഗവും ഇതേപോലെ ഫ്രൈ ആക്കിയെടുക്കാം. നമ്മുടെ ഫ്ലെയിം എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇരിക്കാൻ. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. ഇത് വേഗം കരിഞ്ഞു പോവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ക്യാപ്സിക്കം ഇതേപോലെ മസാലയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ റൊട്ടേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് ലാസ്റ്റിൽ ഈ ഫില്ലിംഗ് റെഡി ആക്കിയിട്ട് എന്നിട്ട് ഏറ്റവും അവസാനം
ഈ ചീസും കൂടെ വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഞാനിപ്പം ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, സ്റ്റഫിങ് ഇങ്ങനെ അധികം പുറത്തേക്ക് പോവാതെ ഒന്ന് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഓരോ സൈഡും റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ വേവിച്ചെടുക്കുകയാണേ. ഈ ക്യാപ്സിക്കത്തിന് ഒത്തിരി സമയമൊന്നും വേണ്ട വെന്ത് കിട്ടാനായിട്ട്. പക്ഷേ നമ്മൾക്ക് ഇത് ഓരോ സൈഡൊന്ന് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഇത് വീണ്ടും മൂടി വെച്ച് ഒരു 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അങ്ങനെ ഇതിൻ്റെ എല്ലാ സൈഡും ഞാൻ കുറച്ച് ടൈം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ മസാല സ്റ്റഫ് ചെയ്ത ഭാഗം ഓപ്പണായിട്ട് നിൽക്കുന്ന പോലെ, മേൾ ഭാഗം മേലെ നിൽക്കുന്നത് പോലെ നമുക്ക് ഈ ക്യാപ്സിക്കം ഈ പാനിലൊന്ന് വെക്കാം. ഇനി നമ്മളിതിലേക്ക് ചീസാണ് ചേർക്കാൻ പോകുന്നത്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊസറല്ല ചീസാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റഫിങ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മേലെ നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചീസ് ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പകുതി ഭാഗം നമുക്ക് ഈ മസാല ഫില്ല് ചെയ്തിട്ട് ഇതേപോലെ റെഡിയാക്കിയിട്ട് ബാക്കി പകുതി ഭാഗത്ത് ചീസ് ചേർത്ത് കൊടുത്ത് റെഡിയാക്കിയെടുക്കാം. നിങ്ങൾക്ക് ചീസ് വലിയ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നോർമലി ഇത് ചെയ്യുന്ന പോലെ തന്നെ ഈ ചീസ് ഫില്ല് ചെയ്യുന്ന ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റെപ്സും ഇതേപോലെ ഫോളോ ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്യാപ്സിക്കവും ഇതേപോലെ അതിലെ സ്റ്റഫിങ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിന് മേലെ ചീസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 3 ക്യാപ്സിക്കത്തിന് മേലെ നമ്മൾ ആവശ്യത്തിന് ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കിവിടെ ഒരു 3.5 ടേബിൾ സ്പൂണൊക്കെ കറക്റ്റായിരുന്നു ചീസിൻ്റെ അളവേ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഈ ചീസ് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലിട്ട് ചീസ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കാണാം നമ്മുടെ ചീസൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് ഈ ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ഇപ്പോൾ വരുന്നത്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറിഗാനോ ചേർത്ത് കൊടുക്കാം, അതേപോലെ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇതിന് മേലെ സ്റ്റഫിങ്ങിൻ്റെ മേലെ കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മേലെ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റഫ്ഡ് ക്യാപ്സിക്കം റെഡി ആയി കഴിഞ്ഞു. ഇത് ജസ്റ്റ് അതൊന്ന് ഇട്ട് കൊടുക്കുന്ന, അത് റൊട്ടേറ്റ് ചെയ്തൊന്ന് തിരിച്ചിട്ട് വേവിച്ചെടുക്കുന്ന, ഫ്രൈ ചെയ്തെടുക്കുന്ന കുറച്ച് ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കുറച്ച് സമയം എടുക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് വളരെ വേഗത്തിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം കേട്ടോ. പക്ഷേ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഡിന്നറിനൊക്കെ ആണെങ്കിലും ഈ ഒരു ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ളാവും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.